വെൽക്കം ബാക്ക് ടു എൻചാൻഡൽ ലേണിംഗ്സ് മീ ബനാസത്ത് ഖാലിദ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷന്റെയും ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷന്റെയും പ്രസിഡന്റിനെയും മെമ്പേഴ്സിനെയും തിരഞ്ഞെടുത്തിരുന്നത് ഇന്റർവ്യൂവിന്റെയും അതിന് അവർക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ 2020 സുപ്രീം കോടതിയുടെ സെക്രട്ടറി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് വെസസ് മഹീന്ദ്ര ഭാസ്കർ റിമയ കേസിന്റെ വിധി പ്രകാരം ഇനി മുതൽ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷന്റെയും ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിട്രസൽ കമ്മീഷനെ പ്രസിഡന്റ് മെമ്പേഴ്സിനെയും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ബേസിസിൽ തിരഞ്ഞെടുത്താൽ മതിയെന്ന് ഡിസിഷൻ എടുത്തു. ഈ ഡിസിഷനെ പിന്നീട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പുനഃപരിശോധിക്കുകയുണ്ടായി. അതിൻ പ്രകാരം സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷന്റെ മെമ്പേഴ്സിനെയും ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷന്റെ പ്രസിഡന്റ് മെമ്പേഴ്സിനെ മാത്രം ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ ബേസിൽ തിരഞ്ഞെടുത്താൽ മതിയെന്ന് ഡിസൈഡ് ചെയ്തു. അത് പ്രകാരം ഒരു സിലബസ് അവർ സുപ്രീം കോടതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വലിയൊരു വ്യക്തത ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ആ സിലബസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും കുറിച്ച് ഡീറ്റെയിൽ ഒരു ചെറിയ ഡിസ്കഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സിലബസിലൂടെ എന്തൊക്കെ മേഖലകൾ പഠിക്കണമെന്നും ഏതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കണമെന്നും എങ്ങനെയൊക്കെ ആൻസർ വരാൻ വേണ്ടി പഠിക്കണമെന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ സിലബസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാർട്ട് 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, 100 മാർക്സ് ആണ്, 2 hours ആണ് എക്സാമിന്റെ ഡ്യൂറേഷൻ. അതിൽ പ്രധാനമായിട്ട് എ പാർട്ടില് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് മീൻസ് മോസ്റ്റ് റിലേറ്റഡ് ടു കൺസ്യൂമർ റിലേറ്റഡ് ലോസ്. കൺസ്യൂമർ റിലേറ്റഡ് ലോസും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സും ഒക്കെ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് വരുന്നത്. സോ നിങ്ങൾ GK റിലേറ്റഡ് ടു കൺസ്യൂമർ ലോസ് അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റീസെന്റ് ജഡ്ജ്മെന്റ്സിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. രണ്ടാമത് ബി പാർട്ടില് നോളജ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആസ് യു നോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള നോളജ് ആണ് അവിടെ നമുക്ക് വേണ്ടത്. മൂന്നാമത്തെ പാർട്ടില് സി പാർട്ടില് നോളജ് ഓഫ് വേരിയസ് കൺസ്യൂമർ റിലേറ്റഡ് ലോസ്. ആ കൺസ്യൂമർ റിലേറ്റഡ് ലോസില് താഴെ പറയുന്ന ലോസിലാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. കൺസ്യൂമർ റിലേറ്റഡ് ലോസ്, we have the Indian Contract Act, the Sale of Goods Act, the Dangerous Drugs Act, the Agriculture Produce or Grading and Marketing Act, the Indian Standards Institution or Certification Marks Act, the Prevention of Food Adulteration Act, the Standards of Weights and Measures Act, the Electricity or Rights of Consumers Rules 2020, the Insurance Act 1938, etc. പേപ്പർ 2 ആണെങ്കിൽ പേപ്പർ 2 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. പേപ്പർ 1 ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, പേപ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ്. അത് 100 മാർക്സ് ആണ്. അതിൽ എ പാർട്ടില് 1 essay on topics chosen from issues on trade and commerce, consumer related issues or public affairs. Essay type question ആണ്, on topics chosen from issues on trade and commerce, consumer related issues or public affairs. B പാർട്ടില് 1 case study of a consumer case for testing the abilities of analysis and cogent drafting of orders. C പാർട്ടില് 1 case study of a consumer case for testing the abilities of analysis and cogent drafting of orders. Paper 3. So we shall discuss some questions. First question: when did the Consumer Protection Act 2019 come into force? Option A,
27/2020. Option B 9/8/2019. Option C not come into force. D none of these. ഇതിൽ ഏതായിരിക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആണ്. അതായത് 27/2020. 2020 ജൂലൈ 20ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് came into force. 2020 ജൂലൈ 20ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് ഓർമ്മിക്കാനായിട്ട് 2020ലെ 20 ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഡേറ്റും കൂടെ അതിൽ നിന്ന് ഓർമ്മിക്കാൻ പറ്റും. ഇടയിൽ ഒരു 7 മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പൊ 2020ലെ 20th ജൂലൈയിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ 9/8/2019 ആ ഓപ്ഷനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഓപ്ഷനാണ്. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പാർലമെന്റ് ഇനാക്ട് ചെയ്തത് 9/8/2019ലാണ്. So Act enacted by the Parliament. Consumer Protection Act 2019 enacted by the Parliament on 9/8/2019. That is 9 September 2019ലാണ് പാർലമെന്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഇനാക്ട് ചെയ്തത്. എന്നാൽ ഈ ആക്ട് ഫോഴ്സിൽ വന്നത് എന്നാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഫോഴ്സിൽ വന്നത് 27/2020ലാണ്. അപ്പൊ ആക്ട് ഇനാക്ട് ചെയ്യപ്പെട്ടത്, പാർലമെന്റ് ആക്ട് ഇനാക്ട് ചെയ്തത് 2019ലാണ്. ആക്ട് കെയിം ഇൻ ഫോഴ്സ് ഓൺ 27/2020. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the term advertisement is defined in the Consumer Protection Act. Option A section 2(1), option B section 228, option C section 247 and option D none of the. അപ്പൊ എന്താണ് ചോദ്യം? The term advertisement is defined in the Consumer Protection Act. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അഡ്വർടൈസ്മെന്റ് ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് സെക്ഷനിലാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സെക്ഷൻ 2(1)ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സെക്ഷൻ 228 മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഡെഫിനിഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻ 2(1)ഉം മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡെഫിനിഷൻ സെക്ഷൻ 228ലുമാണെന്ന് മനസ്സിലാക്കണം. അപ്പം അഡ്വർടൈസ്മെന്റ് ടേം ഡിഫൈൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് on which section is mentioned on section 2(1) and misleading advertisement is defined in Consumer Protection Act section 228. ഇനി തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. തേർഡ് ഓപ്ഷനിൽ സെക്ഷൻ 247 ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ എന്തിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ 247 in the Consumer Protection Act refers to unfair trade practice. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഫസ്റ്റ്, അഡ്വർടൈസ്മെന്റ് ഡെഫിനിഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷൻ 2(1) ആണ്. സെക്ഷൻ 228 മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ഡെഫിനിഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 247 അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ കുറിച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, advertisement includes option A any audio visual publicity, option B representation, endorsement or pronouncement made by means of light, sound, smoke, gas, print, electronic medias, internet or website, option C any notice, circular label or wrapper, D all the above. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അഡ്വർടൈസ്മെന്റ് ഇൻക്ലൂഡ്സ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? അതിൽ എനി ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി. അപ്പൊ ഏത് ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റിയും അഡ്വർടൈസ്മെന്റിനായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അഡ്വർടൈസ്മെന്റിലെ ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി വരാം. ഈ ആൻസർ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ദി എബോവ് ആണ് ആൻസർ. അപ്പൊ നമുക്ക് ആ ആൻസർ ഏതൊക്കെയാണെന്ന് നോക്കാം. എനി ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. റെപ്രസെന്റേഷൻ, എൻഡോഴ്സ്മെന്റ് ഓർ പ്രൊനൗൺസ്മെന്റ് മെയ്ഡ് ബൈ മീൻസ് ഓഫ് ലൈറ്റ്, സൗണ്ട്, സ്മോക്ക്, ഗ്യാസ്, പ്രിന്റ്, ഇലക്ട്രോണിക് മീഡിയാസ്, ഇന്റർനെറ്റ് ഓർ വെബ്സൈറ്റ്. These are related to advertisement. And option C, any notice, circular label or wrapper.
ദിസ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ്. അപ്പൊ അഡ്വർടൈസ്മെന്റ് ഏതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓപ്ഷൻ എയിലും ബിയിലും പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തേർഡ് ക്വസ്റ്റ്യനിൽ അഡ്വർടൈസ്മെന്റ് ഇൻക്ലൂഡ്സ് ഓൾ ദി അബോൺ ആൻസർ എന്തൊക്കെയാണ്? എനി ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റി, representation, endorsement or pronouncement made by means of light, sound, smoke, gas, print, electronic medias, internet or website, any notice, circular label or wrapper. Next question, fourth one, complainant means A. Consumer, B. Any voluntary consumer association, C. Central government or state government, D. All the above. കംപ്ലൈന്റ് മീൻസ്, കംപ്ലൈന്റ് എന്ന് പറയുന്ന ആരൊക്കെ വരാം? ഈ പറയുന്ന ഓപ്ഷൻസിൽ ആരൊക്കെ വരാം കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ ആൻസർ ഡി ആണ്, ഓൾ ദ എബോവ് ആണ്. സോ കംപ്ലൈനന്റ് ക്യാൻ ബി എ കൺസ്യൂമർ, അല്ലെ? കംപ്ലൈനന്റ് കൺസ്യൂമർ ആകാം. എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ക്യാൻ ബി എ കംപ്ലൈനന്റ്. സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ക്യാൻ ബി ഓൾസോ എ കംപ്ലൈനന്റ്. അപ്പൊ കംപ്ലൈനന്റ് മീൻസ് എനി കൺസ്യൂമർ, എനി വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. So complainant means who all recognize or regard as complainants. Complainants means consumer, any voluntary consumer association, central government or state government. These can be all these related to, or these may be all these persons can be also these organizations or associations, so central government, the state government or consumer, anyone can be related to, or anyone can be a complainant. So option all the above ആണ് answer. By complainant means consumer, any voluntary consumer association, central government or state government. Next, fifth question, whether a minor can be a complainant under the Consumer Protection Act. Then whether a minor can be a complainant under the Consumer Protection Act. Option A, in the case of a minor, his parent or legal guardian can be a complainant. Option B, a minor himself can be a complainant. Option C, both A and B. Option D, none of the above. എന്താണ് question? Whether a minor can be a complainant under the Consumer Protection Act. Consumer Protection Act പ്രകാരം ഒരു മൈനർ കംപ്ലൈനന്റ് ആകാമോ എന്നാണ് question. എന്തായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്. In case of a minor, his parent or legal guardian can be a complainant. ഒരു മൈനറിന്റെ കേസിൽ മൈനർ himself cannot be a complainant. ആർക്ക് കംപ്ലൈനന്റ് ആകാം? His parent or legal guardian can be a complainant. In case of a minor, his parent or legal guardian can be a complainant. So moving to the next question, question number 6. An allegation writing made by a complainant for obtaining any relief under the Consumer Protection Act is called. An allegation in writing made by a complainant for obtaining any relief under the Consumer Protection Act is called. Option A, petition. Option B, complainant. Option C, memorandum. Option D, statement. എന്താണ് question? An allegation writing made by complainant for obtaining any relief under the Consumer Protection Act. It can be called as, ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്, കംപ്ലൈന്റ് എന്നാണ് ആൻസർ. അപ്പം any allegation writing made by complainant for obtaining any relief under the Consumer Protection Act is called a complaint. Seventh question, a consumer commission will normally entertain. A consumer commission will normally entertain. Option A, complaint on unfair contractor, unfair trade practice or restrictive trade practice has been adopted by any trader or service provider. Option B, the goods bought by him or agreed to be bought by him suffer from one or more defects. Option C, the service hired or availed of or agreed to be hired or availed of by him suffer any deficiency. Option D, all the above. A consumer commission will normally entertain. എന്താണ് ആൻസർ? ആൻസർ ഓൾ ദി എബോവ് ആണ്. ഒരു കൺസ്യൂമർ കമ്മീഷൻ ആരുടെയൊക്കെ കാര്യങ്ങൾ പരിഗണിക്കും എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? എന്താണ് ഓപ്ഷൻ എയിൽ പറയുന്നത് അത് സ്യൂട്ട് ചെയ്യുന്നതാണ്. എന്താണ്? കംപ്ലൈന്റ് ഓൺ അൺഫെയർ കോൺട്രാക്ട്,
unfair trade practice or restricted trade practice has been adopted by any trader or service provider. Option B, the goods bought by him or agreed to be bought by him suffer from one or more defects. The service hired or availed of or agreed to be hired or availed of by him suffer any deficiency. So the answer option A, B, C ഈ മൂന്ന് ഓപ്ഷൻസും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതാണ്. ഒരു കൺസ്യൂമർ കമ്മീഷൻ നോർമലി എന്റർടൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? കംപ്ലൈന്റ് ഓൺ അൺഫെയർ കോൺട്രാക്ട്, unfair trade practice or restrictive trade practice has been adopted by any trader or service provider. The goods bought by him or agreed to be bought by him suffer from one or more defects. The service hired or availed of or agreed to be hired or availed of by him suffer any deficiency. Okay, നമുക്ക് ഇനി 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. A consumer commission will normally entertain. Consumer commission will normally entertain. Option A, a complaint on a trader or a service provider as the case B has charged for the as a case may be has charged for the goods or for the services mentioned in the complaint. A price excess of the price fixed under any law for the time being in force. Option A complaint on a trader or a service provider as the case may be has charged for the goods or for the services mentioned in the complaint. A price excess of price fixed under any law for time being in force. Option B, exorbitant price displayed on the goods or the package containing the goods. Option C, price different as agreed between the parties. Option D, all the above. So what's the question? A consumer commission will normally entertain. Answer ഏതാണ്? Consumer commission will normally entertain. Answer option D ആണ്, all the above. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? Option A, a complaint on a trader or a service provider as the case may be has charged for the goods or for the services mentioned in the complaint, a price excess of the price fixed under any law for the time being in force. So a consumer commission will normally entertain a complaint on a trader or a service provider as the case may be has charged for the goods or for the services mentioned in the complaint, a price excess of the price fixed under any law for the time being in force. Option B, exorbitant price displayed on the goods or the package containing the goods. Option C, price different as agreed between the parties. ഇപ്പൊ 8th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓൾ ദി എബോ ആണ്. ഇപ്പൊ മൂന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 9th question, a person offered for public sale certain goods which are hazardous to life when used, then a complaint can be. A person offered for public sale certain goods which are hazardous to life when used, then a complaint can be. Option A, entertained before the Consumer Commission. Option B, complaint is not maintainable. Option C, complaint maintainable if it filed by the government. Option D, none of the above. Then a person offered for public sale certain goods which are hazardous to life when used, then a complaint can be. എന്തായിരിക്കും ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, entertained before the Consumer Commission. A person offered for public sale certain goods which are hazardous to life when used, then a complaint can be entertained before the Consumer Commission. Question number 10. Product liability action lies. Product liability action lies. Option A, only against the product manufacturer. Option B, product seller. Option C, product service provider. Option D, all the above. Question എന്താണ്? Product liability action lies. Product liability action lies. Answer ഏതാണ്? All the above answer. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? only against the product manufacturer, product seller, product service provider. Product liability action lies
against the product manufacturer, product seller, product service provider. Moving to the next question, question number 11. Appropriate laboratory means a lab or organization recognized by, appropriate laboratory means a lab or organization recognized by option A, central government, option B, state government, option C, both A and B, and option D, none of the above. So 11th question എന്തായിരുന്നു? Appropriate laboratory means a lab or organization recognized by option A, central government, option B, state government, option C, both A and B, and option D, none of the above. Appropriate laboratory means a lab or organization recognized by, ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, both A and B. Appropriate laboratory എന്ന് പറഞ്ഞാൽ ഒരു ലാബ് ഓർഗനൈസേഷൻ that must be recognized by both central government and state government. Appropriate laboratory means a lab or organization recognized by both central government and state government. Question number 12. Branch office defined in section. Branch office defined in section. Option A, section 2(3), option B, section 2(4), option C, section 2(2), option D, section 2(1). Branch office defined in section. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 2(3) ആണ് ബ്രാഞ്ച് ഓഫീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(3)ലാണ് ബ്രാഞ്ച് ഓഫീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(4) എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 2(4) സെൻട്രൽ അതോറിറ്റിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(4) സെൻട്രൽ അതോറിറ്റിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(2) അപ്രോപ്രിയേറ്റ് ലബോറട്ടറിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പറയുന്നത് അപ്രോപ്രിയേറ്റ് ലബോറട്ടറിയെ കുറിച്ചാണ് സെക്ഷൻ 2(2) മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(1) അഡ്വർടൈസ്മെന്റിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2(1) അഡ്വർടൈസ്മെന്റ്. അപ്പൊ സെക്ഷൻ 2(1) റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ്, സെക്ഷൻ 2(2) അപ്രോപ്രിയേറ്റ് ലബോറട്ടറി, section 2(3) branch office, and section 2(4) central authority. 13th question. Whether a foreigner can be a consumer. Whether a foreigner can be a consumer. Answer എന്തായിരിക്കും? Answer yes ആണ്. As per section 2(7) of the Consumer Protection Act 2019, any person who buys any goods for consideration can be a consumer. ഈ സെക്ഷൻ പ്രകാരം എനി പേഴ്സൺ എന്ന വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എനി പേഴ്സൺ ക്യാൻ ബി എ കൺസ്യൂമർ. സോ എ ഫോറിനർ ക്യാൻ ബി ഓൾസോ ട്രീറ്റഡ് ആസ് എ കൺസ്യൂമർ. സോ എനി പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ ക്യാൻ ബി എ കൺസ്യൂമർ. സോ the answer of the above question is yes, a foreigner can be a consumer. As per section 2(7) of the act, any person who buys any goods for consideration can be a consumer. Question number 14. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. A person purchased an umbrella for an amount of ₹500. As per the advertisement, every umbrella carries a gift of water bottle. After use, the water bottle found defective. The person who purchased the umbrella filed a complaint before the Consumer Commission. Is it maintainable? The question will repeat here. A person purchased an umbrella for an amount of ₹500. As per the advertisement, every umbrella carries a gift of water bottle. After use, the water bottle found defective. The person who purchased the umbrella filed a complaint before the Consumer Commission. Is it maintainable? No. Answer എന്താണ്? No ആണ്. കാരണം it is not maintainable. Because the bottle, though it is attached to the umbrella, no consideration was given for it. കാരണം എന്താണ്? ബോട്ടിൽ എന്ന് പറയുന്നത് പറഞ്ഞ അംബ്രലയുടെ കൂടെ കൊടുത്തൊരു ഗിഫ്റ്റ് ആണ്, ഫ്രീ ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് അതിന് എന്തില്ല, കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ the person cannot file a complaint before the Consumer Commission as a bottle provided with the umbrella is a free gift. So no consideration was given for it. So answer എന്താണ്? No, it is not maintainable because a bottle, though it is attached to the umbrella, no consideration was given for it. It was a free gift. 15th question. A purchased goods from B by saying that the amount of good will be given after 1 month. In between the period, the goods damaged. Whether A can file a complaint before the consumer court for the defect of goods.
A purchased goods from B by saying that the amount of good will be given after 1 month. In between the period, the goods damaged. Whether A can file a complaint before the consumer court for the defect of goods. What is the answer? Answer is yes. That means A can file complaint before the consumer commission. Because as per section 2(7) of the act, any consideration for a deferred payment can be ഇവിടെ ഒരു ഡെഫേർഡ് പേയ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡെഫേർഡ് പേയ്മെന്റ് അതായത് ഒരു മാസത്തിന് ശേഷം മണി പേ ചെയ്യാം എന്നുള്ള ഒരു വ്യവസ്ഥയിലാണ് എ ബിന്ന് ഗുഡ്സ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ ആ ടേം പീരീഡിനിടയിൽ ഗുഡ്സിന് ഡാമേജ് സംഭവിക്കുന്നു. അപ്പോൾ ഒരു ഡെഫേർഡ് പേയ്മെന്റ് ആയതിനാൽ എന്തിന് എക്ക് ഈ ഒരു കംപ്ലൈന്റ് കൺസ്യൂമർ കോടതിക്ക് മുമ്പിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഗുഡ്സ് ഡിഫക്റ്റ് വന്നതിനാൽ എക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമർ കോർട്ടിന് ഫ്രണ്ടിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നത്. അതാണ് സെക്ഷൻ 2(7) ആക്ടിലെ സെക്ഷൻ 2(7) പറഞ്ഞിരിക്കുന്നത് ഏത് ഡെഫേർഡ് പേയ്മെന്റിനും നമുക്ക് കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇതിന്റെ സിലബസും അത് ബേസ്ഡ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയില് അടുത്ത പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഫർദർ വീഡിയോസിനെ വെയിറ്റ് ചെയ്യണം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ.